அவங்க படித்ததுக்கு ஏற்ற மாதிரி அந்த ப்ரொஃபஷன் கிறுக்கு பிடிச்சி தெரியக்கூடாது. என்ன தான் நல்ல ஒய்ஃபு நல்ல வேலை கிடைச்சாலும் அந்த கவின் என்னம்மா சொல்கிறாரு கடைசியில், நான் ஹீரோ ஆக மாட்டேனா அப்படிலாம் இருக்கக்கூடாது. கிடைக்கலன்னு விடாமுயற்சி பண்ணி வராது. நான் அதை அக்செப்ட் பண்ணுறேன். ஆனால் நம்ம எது இருக்கோ அது சாட்டிஸ்ஃபேக்ஷன் ஆகணும் ஜாபில். அதான் நான் சொல்கிறேன் கருத்து. பரவாயில்ல, நல்லா இருக்குது, படம் நல்லா இருக்குது, எங்களுக்கு பிடிச்சிருக்கு. இப்போ உள்ள இதில் என்னன்னு தெரியாது, சான்ஸ் இருக்குது, திறமை இருக்குது கவினுக்கு. ஸ்டோரி நல்லா தான் இருக்குது. ஆனால் லாஸ்ட்டில் தான் வெற்றிமாறனுடைய படம்னு நல்லா தெரியும். அது வரைக்கும் இதாக தான் இருக்குது. இவனோட மியூசிக் நல்லா ஃபஸ்ட்லேருந்து லாஸ்ட் வரைக்கும் நல்லா இருக்குது. ஒரு பாட்டு 2 பாட்டு இருந்தாலும் நல்ல ஒரு நல்லா சூப்பராக சினிமாவில் செய்கிற என்னெல்லாம் பாடுபட்டோங்கிறத காமிக்கிறாங்க. அந்த கவினோட ஆக்டு சூப்பர். ஹீரோயினும் அந்த 2வது ஹீரோயின் சூப்பர். இவன் மியூசிக் எப்படி இருக்கு? மியூசிக் பாட்டு சூப்பர். இவன்னா கேட்கணுமா? அதான் சொன்னேனே, கவின் ஆக்டு சூப்பர்னு. ரொம்ப நல்லா இருக்குது. நல்ல சான்ஸ் இருக்குது. நல்ல ஒரு மனசில் ஒரு தைரியம் இருக்குது. நல்ல நடிப்பு இருக்குது. கருத்து சொல்கிறாங்களா படத்தில்? நல்ல படம், நல்ல படம். ഇതിൽ നമ്മളെ ലാൽ സാറിൻ്റെ ഡയലോഗ്സ് ഒക്കെ കേട്ടായിരുന്നു. ഞാൻ കയറുമായിരിക്കും. എങ്ങനെയുണ്ട്? നല്ല പടമാണ്. കവിൻ്റെ നല്ലൊരു മൂവിയായിരുന്നു. നല്ല റിയാലിറ്റി ഒക്കെ ഉണ്ട്. നല്ല പടം. ഭയങ്കര സ്ട്രഗിൾസ് ഒക്കെ പറയുന്നൊരു സിനിമ. നല്ല സ്ട്രഗിൾസ് പറഞ്ഞ ഒരു മോട്ടിവേഷൻ മൂവിയാണ്. ഇവൻ്റെ മ്യൂസിക് എങ്ങനെയുണ്ട്? നല്ല മ്യൂസിക്കാണ്. നായിക ആരായിരുന്നു? നായികയുടെ പുതിയ ആൾക്കാർ. നല്ല പടം, നല്ല പടം. നല്ല രീതിയിലുള്ള നല്ല സീക്വൻസ് ആയിരുന്നു. ഡയലോഗ് എല്ലാം കേൾക്കാൻ പറ്റും. കളിയാക്കുന്നുണ്ട് സാധാരണ. ഇല്ല നല്ല ഡയലോഗ്. நல்லா பார்க்கலாம். அவனோட பெர்ஃபார்மன்ஸ் நல்லா இருக்கு, நல்லா பண்ணியிருக்காப்பா. ஸ்டார் தானா கவின்? அடுத்த ஸ்டார் தான், கோலிவுட்டோட ஸ்டார். ஆமாம். யுவன் சங்கர் ராஜா மியூசிக் எல்லாம் எப்படி இருக்கு? மியூசிக் நல்லா இருக்கு. ஃபைட் ஏதாவது அப்படியே இருக்கா? ஃபைட்டு நார்மலாக இருக்கு. படம் நல்லா இருக்கு, பார்க்கலாம். ഫാമിലിയോടെ ഇരുന്ന് பார்க்கலாம். കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കാം. കവിൻ്റെ അപ്പിയറൻസ് കൊള്ളാം. സെക്കൻഡ് ഹാഫിന് ശേഷമുള്ള അപ്പിയറൻസ് കൊള്ളാം, നന്നായിട്ടുണ്ട്. അദ്ദേഹം കേൾക്കായിരുന്നു. എങ്ങനെയായിരുന്നു? ചെറിയൊരു ഇതുണ്ടായിരുന്നു, എന്നാലും അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് കണക്റ്റ് ആവുന്നുണ്ട്. ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ നന്നായിട്ട് അഭിനയിച്ചു. ഇല്ല, സ്ട്രഗ്ലിങ് ചിലയിടത്ത് കണക്റ്റ് ആവുന്നില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത സെക്കൻഡ് ഹാഫിൽ അത് കണക്റ്റ് ആയ രീതിയിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് അത് ഒരു ഇമോഷൻസായിട്ട് കണക്റ്റ് ആവുന്നില്ല. ചിലയിടത്ത് എന്തോ ഒരു നാടകം പോലെയാണ് തോന്നിയത്. ജേഴ്സി പോലുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്കും എത്തിയിട്ടില്ല. ഇല്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അഭിനയം, രണ്ടുപേരും അഭിനയം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കവിൻ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് അഭിനയിച്ചത്. നന്നായിട്ടുണ്ട്. BGM ഒക്കെ നന്നായിട്ട് വർക്കൗട്ട്. അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ യുവൻ ലൈവാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ബ്രോ. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നല്ല സ്ട്രഗിൾ അനുഭവിക്കുന്നവർക്ക് നല്ല മോട്ടിവേറ്റ് ചെയ്യണ ഒരു കിടിലൻ പടമാണ്. മസ്റ്റ് വാച്ച്. ഫസ്റ്റ് ഇത് ഓഡിയോ 3 ആണ്, കൊച്ചു സ്ക്രീനാണ്, അതുകൊണ്ടായിരിക്കും കിടിലൻ പടം. മേക്കിംഗ് ആയാലും എടുത്തു വെച്ചിരിക്കുന്ന രീതി ആയാലും കണ്ടുകൊണ്ടിരിക്കും, ഒരു ലാഗും തോന്നില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ഒരു 5 മിനിറ്റ് ക്രിഞ്ച് പോലെ ജസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് വിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഒരു പഴയ ഒരു ടച്ച് ഉണ്ടായിരുന്നു. മ്യൂസിക് എല്ലാം നല്ലതായിരുന്നു. തകർത്ത് ഫുള്ള് ഒരു എന്താ പറയുക, 1 മാൻ ഷോ എന്ന് പറയാം. പിന്നെ ലാൽ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കായിരുന്നു. നല്ല സിനിമ, നല്ല അഭിനയം, ബെസ്റ്റ് അഭിനയമായിരുന്നു. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാം ഒരു പക്കായിരുന്നു. നല്ല രസം, ഇമോഷണലാണ്. നല്ല രസമാണ്. നല്ല സിനിമയൊക്കെ നല്ല ഫീൽ ഗുഡായിട്ട്. എല്ലാവർക്കും നല്ല കണക്റ്റാ. പടം കൊള്ളായിരുന്നു. ഹേർട്ട് ടച്ചിങ് ആയിരുന്നു. ഒരു സാധാരണ ഒരു കോമൺ പീപ്പിളിന് ഇത്രയും ഒരു സ്റ്റാർ ആവുന്ന രീതിക്ക് മോട്ടിവേറ്റിംഗ് ആയിരുന്നു. വേറെ ഒന്നുമില്ല. യുവൻ ശങ്കർ രാജ കിടിലമായിരുന്നു. ഒരു പഴയ വിൻറ്റേജ് യുവൻ ശങ്കർ രാജാവിനെ ഒരു തിരിച്ച് കണ്ടതുപോലെയായിരുന്നു. പിന്നെ ഡയറക്ടർ, ആക്ടർ കവിൻ, യുവൻ ശങ്കർ രാജ, ബ്രൈറ്റ്, ഷൈൻ. കിടിലായിരുന്നു. പുതിയ സ്റ്റാർ തന്നെയാണ് കോളിവുഡിൽ. വേറെ ഒന്നുമില്ല. വിചാരിക്കാത്ത ക്യാമിയോ എന്തെങ്കിലും ഉണ്ടോ? വെട്രിമാറൻ ഡയറക്ടറിൻ്റെ ക്യാമിയോ ഉണ്ട്, കൊള്ളായിരുന്നു.